ഏവർക്കും നമസ്കാരം. SSLC IT എക്സാമിനേഷൻ തിയറി ക്വസ്റ്റ്യൻസ് മോഡൽ പരീക്ഷയുടെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് ഹാസ് ദ ഫെസിലിറ്റീസ് ടു ക്രിയേറ്റ് ആൻഡ് സെക്യൂർലി മാനേജ് എ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഡേറ്റ ബാക്കപ്പ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഡേറ്റാബേസ് മോഡൽ സിസ്റ്റം, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. നമുക്കറിയാം വിവരങ്ങളെ കൃത്യമായി സെക്യൂറായി സുരക്ഷിതയോടുകൂടി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ സിസ്റ്റത്തിൻ്റെ പേരാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. സോ ആൻസർ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം ഒന്ന് പരിശോധിക്കാം. ദ ഇമേജ് ഷോസ് ദ ഡേറ്റാബേസ് പാനൽ ഇൻ LibreOffice ബേസ് വിൻഡോ വിച്ച് ഐക്കൺ റെപ്രസെൻറ്റ് ടേബിൾസ്. ഈ 4 എണ്ണത്തിൽ ടേബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഐക്കൺ ഏതാണ് എന്നുള്ളതാണ്. പല തവണ ആവർത്തിച്ചു വരുന്നൊരു ചോദ്യമാണ്. നമുക്കറിയാം LibreOffice ബേസിൽ 4 വിവരങ്ങളാണ് ഉള്ളത്. ടേബിൾസ് കാണുന്ന ഈ ഐക്കണാണ് ടേബിൾസ്. മറ്റൊന്നാണ് ക്വറീസ്, വിവരങ്ങൾ ഫിൽട്ടർ ചെയ്യാനും സെർച്ച് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ക്വറീസ്. മറ്റൊന്നാണ് വിവരങ്ങൾ എൻ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോംസ്. അവസാനത്തേതാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റിലേക്ക് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് റിപ്പോർട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം ഇതിലെ ടേബിൾ എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ട്. അടുത്ത ഒരു ചോദ്യം പരിശോധിക്കാം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫോം ഇൻ ഡേറ്റാബേസ് റിലേറ്റഡ് ഓപ്പറേഷൻ. ഡേറ്റാബേസുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഫോമിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടാണ് വിവരങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത് നൽകുന്നത്. ടു എൻ്റർ ഡേറ്റ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഫോമുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടെക്നിക് ഇൻകോർപ്പറേറ്റഡ് ഇൻ DBMS ടു എൻ്റർ ഡേറ്റ ആക്യുറേറ്റ്ലി ആൻഡ് സെക്യൂർലി. കൃത്യമായും സുരക്ഷിതത്വത്തോടുകൂടിയും കൃത്യമായി വിവരങ്ങൾ എൻ്റർ ചെയ്യുന്നതിന് ഉപയോഗിക്കാവുന്ന സംവിധാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഫോമുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വിവരങ്ങൾ എൻ്റർ ചെയ്യുക. റിപ്പോർട്ട് ഏതെങ്കിലും ഫോർമാറ്റിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് റിപ്പോർട്ട്. ക്വറീസ് വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ ആൻസർ ഈസ് ഫോം. ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യമാണ്. ബിലോ ആർ സം സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ഡേറ്റ ദാറ്റ് ക്യാൻ ബി എൻറ്റേർഡ് ഇൻ എ ഡേറ്റാബേസ് വിച്ച് വൺ ഈസ് കറക്റ്റ്. തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ്. എ ഓപ്ഷൻ ഓൺലി ടെക്സ്റ്റ് ക്യാൻ ബി ഇൻക്ലൂഡ്. ടെക്സ്റ്റ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുക. അത് തെറ്റാണ്. ടെക്സ്റ്റ് മാത്രമല്ല ധാരാളം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. സി ഓപ്ഷൻ ഡി ഓപ്ഷനിൽ നോക്കിയാൽ കാണാം സിയിൽ പറയുന്നത് ടെക്സ്റ്റ് നമ്പേഴ്സ് മാത്രമാണ്. അതും തെറ്റാണ്. ഡിയിൽ പറയുന്നത് ഇമേജസ് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തെറ്റാണ്. ഓപ്ഷൻ ബി പരിശോധിച്ചാൽ ഇൻക്ലൂഡ് ടെക്സ്റ്റ്, നമ്പേഴ്സ്, ഇമേജ്, ഡേറ്റ, കറൻസി. അപ്പോൾ എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഈ DBMSൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയായ. മറ്റൊരു ചോദ്യം പരിശോധിക്കാം. ഗിവൺ ബിലോ ഈസ് ആൻ ഇമേജ് ഓഫ് ക്രിയേറ്റിംഗ് ടേബിൾസ് ഇൻ എ LibreOffice ബേസ് വിച്ച് ഫെയിൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് പ്രൈമറി കീ. ഇതിൽ പ്രൈമറി കീ ആയി സെറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ് എന്നാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം ഒരു കീയുടെ ചിഹ്നം ആധാർ നമ്പർ നേരെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രൈമറി കീ ആയി സെറ്റ് ചെയ്തിരിക്കുന്നത് ആധാർ നമ്പറാണ്. സോ ഓപ്ഷൻ ഡി ആണ്. ഷോർട്ട് ആൻസറിൽ നിന്ന് മറ്റൊരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. എ ഡേറ്റാബേസ് ഈസ് ക്രിയേറ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് സ്കൂൾ സ്റ്റോർ യൂസിങ് LibreOffice ബേസ് വിച്ച് ഫീൽഡ് ഈസ് in a table in the database should be assigned the field type number. ന്യൂമറിക് എന്നുള്ളത് കൊടുക്കാൻ കഴിയുന്ന ഏത് ഫീൽഡാണ് താഴെയുള്ളതിൽ നമുക്കറിയാം നമ്പറുകളായിട്ട് കൊടുക്കാൻ കഴിയുന്നത് ഐറ്റം കോഡ് നമ്പറായിട്ട് കൊടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഐറ്റത്തിൻ്റെ പ്രൈസ് അതും നമ്പറായിട്ട് ന്യൂമറിക്കായിട്ട് നൽകാൻ കഴിയുന്നതാണ്. ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ടൈപ്പ് ഉണ്ട്. അതുപോലെ നെയിം എന്ന് പറയുമ്പോൾ ഒരു ടെക്സ്റ്റ് ആയിരിക്കും. ഇമേജിന് മറ്റൊരു ഫീൽഡ് ഉണ്ട്. ഇമേജുമായി ബന്ധപ്പെട്ടുള്ള ഫോർമാറ്റ് ഉണ്ട്, ഫീൽഡ് ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ എയും ബിയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഐറ്റം പ്രൈസും ഐറ്റം കോഡുമാണ് ന്യൂമറിക്കായിട്ട് എൻ്റർ ചെയ്യാനായിട്ട് കഴിയുന്നത്. മറ്റൊരു ചോദ്യം പരിശോധിക്കാം. ദ ഇമേജ് ഷോസ് ദ ഫീൽഡ് ടൈപ്പ് ഡെഫിനിഷൻ വിൻഡോ ഇൻ എ ഡേറ്റാബേസ് ക്രിയേറ്റഡ് വിത്ത് LibreOffice ബേസ്. 2 of the fields have incommentable field types. Which fields are they? ഇതിൽ 2 എണ്ണം തെറ്റായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഏതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം നെയിം ഓഫ് ഐറ്റത്തിന് നേരെ അതൊരു പേരായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും അതൊരു നമ്പർ ആയിരിക്കില്ല, ന്യൂമറിക് ആയിരിക്കില്ല. അപ്പോൾ ഈ ഒരു ഫീൽഡ് തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ മറ്റൊന്നാണ് ഡേറ്റ് ഓഫ് എക്സ്പയറി. അത് ഡേറ്റ് എന്ന ഒരു ഫീൽഡ് ടൈപ്പാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ഇമേജ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയുമാണ് ശരിയായിട്ട്.
The image shows the window where field types are defined in a database created using LibreOffice Base. Which of the following statement are correct? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ്. ദ പ്രൈസ് ഫീൽഡ് സ്റ്റോർസ് ഇൻഫർമേഷൻ ടെക്സ്റ്റ് ഫോം. ഇവിടെ പ്രൈസ് ഫീൽഡ് നമ്പർ എന്നുള്ള ശരിയായിട്ടുള്ള ഫോർമാറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ ടെക്സ്റ്റ് ഫോമിലാണ് എന്ന് പറയുന്നപ്പോൾ ഓപ്ഷൻ എ അല്ല ശരി ഉത്തരം. പ്രൈസ് ഫീൽഡ് സ്റ്റോർസ് ഇൻഫർമേഷൻ ന്യൂമറിക് ഫോം. ഇവിടെ നമുക്ക് കാണാം പ്രൈസ് ന്യൂമറിക് ഫോർമാറ്റിൽ തന്നെയാണ്. അപ്പോൾ ബി ശരി ഉത്തരമാണ്. ഇനി ഡേറ്റ് ഓഫ് എക്സ്പയറി ഫീൽഡ് ഇൻഫർമേഷൻ ന്യൂമറിക് ഫോർമാറ്റ്. ഡേറ്റ് ഓഫ് എക്സ്പയറി ഡേറ്റ് ഇത് ശരിയായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ സി അല്ല. അടുത്തത് ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ന്യൂമറിക് ഫോം ഇൻ ദ ഫീൽഡ് ഓഫ് ഐറ്റം കോഡ്. ഐറ്റം കോഡും ന്യൂമറിക് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതുപോലെ നെയിം ഓഫ് ഐറ്റം ഇവിടെ കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് എന്ന ഫീൽഡ് അത് ശരിയായിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് ന്യൂമറിക് ഫോർമാറ്റ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയുമാണ് ശരി. പരിശോധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. DBMSന് ഉദാഹരണം പറയാവുന്ന സോഫ്റ്റ്വെയറുകൾ ഏതെല്ലാം എന്നാണ്. നമുക്കറിയാം HTML എന്ന് പറയുന്നത് വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട വെബ് പേജിൻ്റെ ലാംഗ്വേജാണ്. അതുപോലെ ലിബ്രോഫീസ് റൈറ്റർ എന്ന് പറയുന്ന ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ലെറ്റർ ഫോർമാറ്റൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ലിബ്രോഫീസ് കാൽക്ക് എന്ന് പറയുന്നത് ടേബിളുകൾ തയ്യാറാക്കാനാണ്. അപ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ബിയും സിയുമാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് DBMS സോഫ്റ്റ്വെയറുകൾ.